നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഏഷ്യൻ പര്യടനം നടത്തി ഒരു കളി വിജയിച്ചു. രണ്ടാം കളിയിൽ ജപ്പാനോട് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിയേറ്റു. അങ്ങനെയാണ് ബ്രസീൽ നിൽക്കുന്നത്. പക്ഷേ കോച്ച് കാർലോ അഞ്ചലോട്ടി ചില പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് രണ്ടാം മത്സരം പരാജയപ്പെട്ടത്. പിന്നെ ടീമിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ എറേഴ്സ് വല്ലാതെ തിരിച്ചടിയായി മാറുകയും ചെയ്തു. എന്നാൽ പരീക്ഷണങ്ങൾ നിർത്താൻ ആഞ്ചലോട്ടി തയ്യാറാവുന്നില്ല. നവംബർ മാസത്തിലെ കോളപ്പിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. മാർച്ച് മാസത്തിൽ യൂറോപ്പിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടും. അപ്പോഴേക്കും ടീമിനെ പൂർണ്ണമായും സജ്ജമാക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ. കൃത്യമായ പ്ലാനോടെയാണ് ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിന് ഒരുങ്ങുന്നത് എന്നർത്ഥം. യൂറോപ്പിൽ വമ്പന്മാരായിട്ടുള്ള ഫ്രാൻസിനോട് അവർ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മികച്ച ടീമുകളോട്, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ രണ്ട് ടീമുകളോട്, ആഫ്രിക്കൻ ടീമുകളോട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള മത്സരങ്ങളിലേക്ക് ഒന്ന് പോകാം. നവംബറിൽ ബ്രസീൽ സെനഗലിനെയും ടുണീഷ്യയുമാണ് നേരിടുന്നത്. അതിൽ സെനഗലിനെതിരെയുള്ള മത്സരം ലണ്ടനിലായിരിക്കും. അതേസമയം ടുണീഷ്യക്കെതിരെയുള്ള മത്സരം ഫ്രാൻസിൽ ലില്ലിയിലായിരിക്കും നടക്കുക എന്നുമാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം മാർച്ചിൽ ഫ്രഞ്ച് ടീമിനെതിരെ, ഫ്രാൻസിനെതിരെ ബോസ്റ്റണിൽ, USA ബോസ്റ്റണിൽ ഒരു മത്സരം പ്രാക്ടിക്കലി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. സോ ഫ്രാൻസ് വേഴ്സസ് ബ്രസീൽ മത്സരം വരുന്നു. അതിനുശേഷം മറ്റൊരു ടീമുമായിട്ട് കൂടി മത്സരിക്കാൻ അവർ ഇപ്പം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മത്സരങ്ങൾ കളിക്കാൻ പറ്റുമല്ലോ. ക്രൊയേഷ്യയെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവർ ശ്രമിക്കുന്നുണ്ട്. ഒർലാൻഡോയിൽ വെച്ചിട്ടാണ് ആ ഒരു മത്സരം കളിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും യൂറോപ്പിലെ മറ്റൊരു വമ്പൻ ടീമിനെ കൂടി അവർ മാർച്ചിൽ നേരിടും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകും. നവംബറിലെ ഫിഫ ഡേറ്റിൽ വീണ്ടും കൂടുതൽ ബ്രസീലിയറോ സീരിയയിലെ താരങ്ങളെ വിളിക്കാൻ കോച്ച് പ്ലാൻ ഇടുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജപ്പാനെതിരെ തോറ്റു എങ്കിൽ പോലും പുതിയ താരങ്ങളെ ടീമിലേക്ക് എടുത്ത് അവരുടെ മികവ് കണ്ടറിയുക എന്നുള്ള ലൈൻ തന്നെയാണ് നവംബറിലും കോച്ച് സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ സൗത്ത് കൊറിയക്കെതിരെയും ജപ്പാനെതിരെയും ഉള്ള കോളപ്പിൽ ഹ്യൂഗോ സൗസ, വിറ്റീജോ, പോളോ ഹെൻറിക്കെ, ഫെബ്രിസിയോ ബ്രൂണോ എന്നീ 4 താരങ്ങളെയാണ് ബ്രസീലിയറോ സീരിയയിൽ നിന്ന് കോച്ച് ടീമിലേക്ക് എടുത്തിരുന്നത്. അടുത്ത കോളപ്പിൽ കൂടുതൽ ബ്രസീലിയറോ സീരിയ താരങ്ങളുണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.